സമയം പുലർച്ചെ 4 മണി. അപ്പം ഞങ്ങളിന്ന് നമ്മുടെ കമ്പം തേനി ഭാഗത്തേക്കാണ് പോകുന്നത്. 4 മണിയായി, പുലർച്ചെ 4 മണി. കമ്പം തേനിക്ക് പോവാം, ഒരു വൈദ്യരെ കാണാൻ വേണ്ടി പോകുന്നു. അളിയൻ്റെ തണ്ടൽ വേനയ്ക്ക്. ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ എത്തി കാണാം കേട്ടോ. ബൈ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് 2 പിള്ളേർ എനിക്കുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. അളിയൻ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ ഞങ്ങളിനി നമ്മൾ തേനി, കമ്പം തേനി, അവിടെ നിന്ന് ഏതാ സ്ഥലത്തിൻ്റെ പേര്? ഊസലാംപെട്ടി. ഊസലാംപെട്ടി എന്ന് വെച്ചാൽ പറ്റിയ പാട്ടേക്കാണ് ഓർമ്മ വന്നത്. അപ്പോൾ അവിടെ എത്തണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5.5 മണിക്കൂറില്ല അളിയാ? 5.5 മണിക്കൂറുണ്ട്. ഏത് തണ്ടൽ വേദന, ഇതൊക്കെ വേദനകൾ, ബാക്ക് പെയിനൊക്കെ മാറുമെന്നാണ് പറയുന്നത് അവിടുത്തെ വൈദ്യരെ. അപ്പം അത് തപ്പിയിട്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അപ്പം എന്തായാലും ഞങ്ങൾ പോണ വഴികൾ കാണിച്ചു തരാം. പോകുമ്പോൾ ഒരു ട്രിപ്പ് പോലെയും പോവും. അങ്ങനെ അല്ലേ? അതൊക്കെ ഇത് നോക്കി 2 പേരൊക്കെ സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ പോലും നേരത്തെ എനിക്കാത്ത പിള്ളേരാ. ടൂറ് പോകാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറി നിൽക്കണം. എന്തായാലും ഇപ്പോഴത്തെ പിള്ളേരെ സുഖം അല്ല പിന്നിട്ടിയെ? അയ്യോ ഏതാ കുളി പോവാ? അങ്ങനെയാണെങ്കിൽ പോവാ. എന്താ മിണ്ടണില്ല? എനിക്ക് കുളി പോവാ, ടൂറ് പോവാ. അപ്പോൾ മഴയും ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ കാണാം. ഇപ്പോൾ ഞങ്ങൾ നേര്യമംഗലം വഴി, അതായത് മൂന്നാർ പോണ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി എങ്ങടാന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കണം. ആളിയും എല്ലാവരും നല്ല ഉറക്കാം ഉണ്ട്. മഴ എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. എന്തായാലും അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാട്ടാ. മൂന്നാറിന്ന് നമ്മൾ ഇടുക്കി, കട്ടപ്പന, തേക്കടി വഴിയുള്ള റൂട്ട് വളഞ്ഞ് നല്ല കോടമഞ്ഞുണ്ടാവും. നല്ല അന്തരീക്ഷം, രക്ഷയില്ലാട്ടോ. ഇപ്പം നമ്മുടെ ഫാമിലി എല്ലാം ഉറക്കത്തിൽ നിന്ന് എല്ലാവരും ഏൽപ്പിച്ച് ഞാൻ നോക്കിയാൽ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ഏൽപ്പിച്ചിരിക്കുക. പിള്ളേരൊക്കെ നല്ല ഉറക്കണം കേട്ടോ. അത് എൻ്റെ പൊന്നും ഒന്നും പറയാനില്ല. അമ്മാതിരി ഹോസ്പിറ്റലിൽ കൊണ്ടാണ് കളിയാനെ. പക്ഷേ ടൂറ് പോകണ പോലെ ഞങ്ങൾ പോണത്. എവിടെ നോക്കിയ വീഡിയോ നോക്കി. പോണ വഴി ഒരു വെള്ളച്ചാട്ടം കണ്ടാട്ടാ. എന്താ രസല്ലേ? ഓക്കെ, ഇതിൻ്റെ ഏറ്റവും മുകളിൽ വരണേ. അവിടെ നിന്ന് ഒഴുകി ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഒരു വാഴ നിൽക്കണണ്ട. വാഴേനെ എന്താ പേര് പറയാൻ എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ഹോട്ടലിന് ഫുള്ള് കോട കേട്ടോ. ഒക്കെ കോടമഞ്ഞ് നേരെ വെള്ളച്ചാട്ടോ. ഏമാര് കടന്നത് ഒരു ഗ്രോട്ടൊക്കെ ഉണ്ട്. ഓക്കെ, എന്താ രസം. എന്താ മാതാവിൻ്റെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങൾ ലോവർ പെരിയാർ ഡാമിൻ്റെ അവിടെ ഓക്കെ, അവിടുത്തെ കാഴ്ച നോക്കിയേ. അയ്യോ ഫുള്ള് കോടമഞ്ഞാട്ടോ. ഒക്കെ അവിടെ മലിന് കാണുന്നത്. മലേരെ അവിടെ ചുറ്റും നോക്കിയേ, എന്താ രസം. ഞാൻ അവിടെ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തിട്ടുള്ള കാരണം നല്ല രീതിയിൽ കോടമഞ്ഞുണ്ട്. ഇത് കാണാം. മൊത്തം കൊക്കമരാട്ടാ. പഴുത്തിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് മൂത്തിട്ട് കൊക്ക വെക്കണൊക്കെ. എൻ്റെ അമ്മേ, എൻ്റെ ഈ കൈപ്പത്തിനാട്ടാ വലിപ്പുണ്ട്. ഓക്കെ, വലിയ കൊക്ക പൊട്ടിക്കാൻ പറ്റണോ തമ്പുരാനെ. ഓക്കെ, എൻ്റെ കൈപ്പത്തിനാട്ടാ വലിപ്പുണ്ട്, വലിയ കൊക്ക. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറി. എല്ലാവരും ഉണ്ട്. കണ്ട പൊന്നുട്ടി ഛർദിച്ച് കോളായിട്ടാണ്. എനിക്ക് ഛർദിച്ച് കോളായി ടയേർഡാട്ടാ. എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ മോൻ നിൽക്കണേ. എല്ലാവരും ഉണ്ട്. കണ്ട
ഞാൻ പൊറോട്ടയും ഒരു ബീഫ് കറിയും പറഞ്ഞു. കുരുമുളക് ഇട്ട ബീഫ് കറി, പൊറോട്ട, ദോശ അല്ല അപ്പം, സോറി അപ്പം മുക്കി പണ്ടിന്നാ പൊറോട്ട വെച്ചോട്ടെ. എങ്ങനെയുണ്ട്? അങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്തി. ചെറിയൊരു കടയാട്ടാ. കടയിന് വലിയ ഇതൊന്നും സെറ്റപ്പ് ഒന്നും പറയാനില്ല, ഒരു കടയാണ്. എന്തായാലും അങ്ങോട്ട് ഒന്ന് കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാട്ടാ. പണ്ടത്തെ പല കാളോട്ടം കണ്ട ഇതാണ് കട. ഇതാണ് വൈദ്യരെ ഉള്ള സ്ഥലം. ഇതാണ് കണ്ട, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഇസ്ലാം പെട്ടി വിമാന ചികിത്സാ കേന്ദ്രം. നിറച്ച് ജനങ്ങളാട്ടാ, ഫുള്ള് ജനങ്ങളാ കണ്ട, ഫുള്ള് ജനങ്ങളാണ്. അളിയനും പെങ്ങളോടെ നിൽക്കണം. വണ്ടി അവിടെ ഇട്ട് നമ്മൾ കണ്ടോ, ഇത്ര കാല് പ്രശ്നം, കൈ പ്രശ്നം, എന്താ പ്ലാസ്റ്ററൊക്കെ ചെയ്യുന്നുണ്ട് ചേട്ടന്മാര്. ഓക്കെ ചേട്ടന്മാരുടെ കുഴിയാണ് കളിയാന്നിരിക്കണം. ആൾക്കാരുണ്ട് കേട്ടോ ബാക്കില്. കോട്ടയത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ.